ഈ പ്രിയനായിരുന്നാലും അന്നത്തെ കാലത്ത് ശ്രീനിവാസൻ, ഇന്നസെന്റ്, നെടുമുടിവേണു ഇവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അവരിൽ നിന്നും അവരുടെ ജീവിതാനുഭവങ്ങൾ, സിദ്ദിഖ്ലാൽ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ട് പ്രചോദനമായിട്ട് ഭാവിച്ചിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശേഷം ശ്രീനിവാസന്റെ ഒക്കെ ചില കണ്ണൂരുള്ള കാര്യങ്ങൾ, ഈ കലയ്ക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ, അച്ഛന്റെ ഈ രാഷ്ട്രീയത്തിലുള്ള അച്ഛൻ നേരിടേണ്ടി വന്ന തിരിച്ചടികൾ, ഇതൊക്കെ വളരെ നമുക്ക് ഹ്യൂമറസ് ആയിട്ട് പുള്ളി പ്രസന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വേദനയുണ്ട്, പുള്ളിക്ക് എല്ലാ വേദനയുണ്ട്. അപ്പൊ ആ വേദനയുടെ ആത്മരോഷമുണ്ട്. അപ്പൊ അതൊക്കെ കേട്ട് നമുക്ക് ഒരു ഇൻസ്പയറിംഗ് ആണ്. എത്ര കേട്ടാലും മതി, ഒരു ചെറുകഥ ആസ്വദിക്കുന്നത് പോലെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റിയ ഇന്നസെന്റ് അനുഭവമാണ്. നെടുമുടിവേണുവിന്റെ കാവാലം, നാരായണ പണിക്കർ സാറുമായിട്ടുള്ള ബന്ധം, അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ, അവനവൻ കടമ്പയെ കുറിച്ചുള്ള കാര്യങ്ങൾ, പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം കലാകൗമുദിക്ക് വേണ്ടി പ്രവർത്തിച്ച ആ നാളുകൾ, കൈതപ്രം തിരുമേനിയുമായിട്ടുള്ള വേണിച്ചേട്ടന്റെ ബന്ധം, സക്കറിയുമായിട്ടുള്ള വേണിച്ചേട്ടന്റെ ബന്ധം, അങ്ങനെയുള്ള ഇന്നസെന്റ് ആണെങ്കിൽ അതേപോലെ സംവിധായകൻ മോഹനുമായിട്ടുള്ള രസകരമായിട്ടുള്ള അനുഭവം, ഡേവിഡ് കാച്ചപ്പള്ളി സിനിമ നിർമ്മിച്ചതിന്റെ കഷ്ടപ്പാടുകൾ, ആദ്യകാലത്തുള്ള അഭിനയിക്കാൻ നേരത്ത് നെല്ല് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സൈഡ് റോള് അഭിനയിച്ച കഥകൾ, ഒരു പ്രൊഡക്ഷൻ മാനേജറിന്റെ അസിസ്റ്റന്റിനെ പോലെ ഇന്നസെന്റ് ജോലി നോക്കിയിട്ടുണ്ട്. അന്നത്തെ ആ അനുഭവങ്ങളൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് ഇവരെ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ, ഇവര് സിനിമയ്ക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, അതൊക്കെ നമ്മളൊരു പ്രചോദനമായിട്ട് തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. ഇപ്പം ചേട്ടൻ ഇവരുടെയൊക്കെ ഇന്നസെന്റിന്റെ ആണെങ്കിൽ ഇവരുടെയൊക്കെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം, നമ്മുടെ ലാലേട്ടനൊരു ഇന്റർവ്യൂവിൽ ഇവരുടെ കാര്യമൊക്കെ പറയുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറയണ്ടേ, നിങ്ങൾ അത്ര ഇപ്പം ജഗദീഷ് ചേട്ടനാണെങ്കിലും പിന്നെ ഇന്നസെന്റ് ചേട്ടനാണെങ്കിലും ശ്രീനിവാസൻ സാർ ആണെങ്കിലും ഒക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നല്ലോ. അപ്പൊ ഇവരുടെ ഒരു മിസ്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇപ്പം നമുക്കത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടാവില്ല, ചെറുതായിരിക്കില്ല അത്. ശരിക്കും ആ ഒരു മിസ്സിംഗ് ചേട്ടൻ നോക്കി കാണുമ്പോൾ 100% അവരില്ലാത്തതിന്റെ ഒരു ദിവസം എപ്പോഴെങ്കിലും ഒക്കെ അവർ ഓർക്കാതിരിക്കില്ല. കാരണം അവര് എനിക്ക് തന്ന സ്നേഹം എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, അതിനേക്കാൾ ഉപരി ഒരു സഹോദരൻ എന്ന നിലയ്ക്കാണ്. നമ്മുടെ വിദേശ യാത്രയിൽ ഒരുപാട് ഒരുമിച്ച് പോയിട്ടുണ്ട്. ഇന്നസെന്റ്, നെടുമുടിവേണു, ശ്രീനിവാസനും ഞാനും ഒരുമിച്ച് പോയിട്ടുണ്ട്. അവിടെയൊക്കെ എന്റെ സീനിയോറിറ്റി നോക്കിയിട്ടല്ലേ എന്നെയാണ് ഒരു ക്യാപ്റ്റനാക്കി അവര് വെച്ചിട്ടുള്ളത്. കാരണം ഒരു ഡിസിപ്ലിന്റെ കാര്യത്തിൽ രാവിലെ വേണിച്ചേട്ടനും ഇന്നസെന്റും ശ്രീനിവാസനും എടുക്കുക, രാവിലെ എത്ര മണിക്ക് നമ്മള് റിഹേഴ്സൽ വരണം ജഗദീഷ്, അതെനിക്ക് തരുന്ന ഒരു ബഹുമതിയാണ്. കാരണം അവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ജൂനിയറാണ്, പ്രതിഭ കൊണ്ടും എന്തുകൊണ്ടും ഞാൻ ജൂനിയറാണ്. പക്ഷെ അവര് എനിക്ക് കൽപ്പിച്ചിരുന്നിരിക്കുന്ന ഒരു സ്ഥാനമാണ്. രാവിലെ എത്ര മണിക്ക് വരണം റിഹേഴ്സൽ, കാരണം ചെന്നാൽ അവരൊക്കെ സ്വല്പം മദ്യപിച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ രാവിലെ റെഡിയായിട്ട് കറക്റ്റായിട്ട് എത്തിക്കോളാം എന്നുള്ള രീതിയിൽ. മാത്രമല്ല എന്തെങ്കിലും മദ്യപാനമൊക്കെ നടക്കുമ്പോ ഞാൻ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഞാൻ പറയും മതി 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 എന്ന് ഞാൻ പറയുമ്പോ അത് അവര് അനുസരിക്കുന്ന മതി എന്ന് പറഞ്ഞാൽ അവര് കുപ്പി അടയ്ക്കുന്നത് എനിക്ക് വലിയ സന്തോഷം. എനിക്ക് തരുന്ന ഇല്ലെങ്കിൽ എന്നല്ല അവര് പറയുന്നത്. അവരതനുസരിച്ച് കുപ്പി അടച്ചിട്ട് നമുക്ക് പിരിയാം എന്ന് പറഞ്ഞ് അത് എന്നില് തന്നിരിക്കുന്ന ഒരു വിശ്വാസമാണ്. അവരുടെ ഒരു സഹോദരൻ, ഒരു അനീജൻ എന്ന രീതിയിലുള്ള ഒരു പരിഗണന എനിക്ക് എല്ലാ കാലത്തും അവരെല്ലാം തന്നിട്ടുണ്ട്. അത് ഇന്ന് മിസ് ചെയ്യുന്നുണ്ട്. ഒരു സെറ്റിലുണ്ടെങ്കിൽ അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന സന്തോഷം ഇന്ന് അത് മിസ്സിംഗ് ആണ്.